പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് അമൂല്യമാണ്. ദൈവവചനത്തെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതിനൊത്ത് പ്രതികരിക്കുകയും ചെയ്യുന്നു, അതിനൊത്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. ഒരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞതെല്ലാം ചെയ്തിരിക്കും, ഒരു സംശയമില്ല. കാരണം കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസനാണ്. കർത്താവിന്റെ വചനം മാറത്തില്ല. നമുക്ക് ഈ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. നമ്മുടെ വാഗ്ദത്തം എന്താണ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഈ ബോധ്യം ഉണ്ടാകുന്നത് ദൈവവചനത്തിൽ നിന്ന്. നമുക്കറിയാം, നമുക്കൊരു ഒരു ഫ്രിഡ്ജോ മിക്സിയോ എന്തെങ്കിലും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ അവിടെ അതിനോട് ചേർന്ന് അതിൻ്റെ മാനുവൽ, അതിൻ്റെ ഓപ്പറേഷൻ മാനുവൽ നമുക്ക് തരും. നമ്മൾ അത് വായിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ വസ്തുവിൻ്റെ ഉപയോഗം ഇങ്ങനെയൊക്കെയാണ്. നമ്മളത് അറിയുകയും അതനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യും. അത് നമുക്ക് ബെനഫിറ്റ് ആയിട്ട് മാറും. ചിലപ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ ഉപയോഗം എന്തെന്ന് അറിയാതെ വരുമ്പോൾ നമുക്കത് വേണ്ട പോലെ പ്രയോജനമില്ലാതായി തീരുകയും ചെയ്യും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം വായിക്കും. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് വചനം ചിന്തിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളും നമ്മുടെ വാഗ്ദത്തം. യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അസാധാരണ മാറ്റത്തെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. ആ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവണം. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും രൂപാന്തരം വരുത്തും, ജയം വരുത്തും. നമുക്ക് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ 3 യോഹന്നാന്റെ ലേഖനം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആസ് യുവർ സോൾ പ്രോസ്പർ എന്ന്, പ്രോസ്പർ. അപ്പൊ അവിടെ പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന വാക്ക് അവിടെ വന്നിട്ടുണ്ട്, പ്രോസ്പർ. അപ്പൊ നമുക്ക് എല്ലാത്തിലും ശുഭമായും സുഖമായും, ആ ശുഭത എന്ന് പറയുന്നതിനെ കുറിച്ച് പ്രോസ്പർ എന്നാണ്. പ്രോസ്പർ, ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ. എല്ലാം ആവശ്യങ്ങൾ, നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അവിടെ ഉണ്ട്. ആ അനുഭവത്തിന് പറയുന്ന പേരാണ് ശുഭമായിരിക്കുക, പ്രോസ്പർ ആയിരിക്കുക. ഒന്നിനും കുറവില്ല, എല്ലാം സമൃദ്ധമായിട്ടുണ്ട്. അപ്പൊ ഈ സമൃദ്ധി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മെറ്റീരിയൽ, ലോകത്തോടുള്ള നമ്മുടെ, ലോകം എന്ന് പറയുമ്പോൾ മനുഷ്യരും നമ്മുടെ അയൽക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒന്നും അല്ല കേട്ടോ. ലോകം എന്ന് പറയുന്ന സിസ്റ്റം, പണം ഉണ്ടാക്കണം, പണമുള്ളവനെ സമൂഹത്തിൽ വിലയുള്ളൂ, ആ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറി. നമുക്കറിയാം, വിലയ്ക്കും നിലയ്ക്കും വേണ്ടി ഒന്നുമല്ല നമ്മളിവിടെ ജീവിക്കുന്നത്. നമുക്കൊരു മിഷൻ ഉണ്ട്, അത് അക്കംപ്ലിഷ് ചെയ്യണം, അത് നമുക്ക് പൂർത്തിയാക്കണം, അതേ ഉള്ളൂ. ആ ദൗത്യം പൂർത്തിയാക്കാനായിട്ട് നമുക്ക് പണം ആവശ്യമാണ്, കർത്താവ് തരും. പണം ഇല്ലാതെയും അത് നിവർത്തിയാക്കാൻ പറ്റുമോ? അത് നിവർത്തിക്കപ്പെട്ടിരിക്കും, അത്രേ ഉള്ളൂ. നമുക്കൊരു മിഷൻ ദൈവം തന്നിട്ടുണ്ട്, ആ മിഷൻ പൂർത്തിയാക്കണം. അതായിരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദൈവജനത്തെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത് നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും, എല്ലായിടത്തും ശുഭതയും സുഖമായും. ഇത് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ മേഖലകളിലും ശുഭമായും സുഖമായും ഇരിക്കുക എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അപ്പൊ ആ ഒരു അവസ്ഥ നാം നമ്മുടെ സ്വന്തമാക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറാനായിട്ട്, ആ ശുഭം നമ്മളിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ് നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കണം. അതായത് മലയാളത്തിൽ ആത്മാവ് എന്ന് എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ആസ് യുവർ സോൾ പ്രോസ്പർ എന്ന, സോൾ നിങ്ങളുടെ മനസ്സ്. അതായത് നമ്മുടെ മനസ്സിനെ ദൈവത്തോട് ചേർത്ത് നിർത്തുമാറാക്കുന്ന അവസ്ഥയുടെ പേരാണ് യഥാർത്ഥത്തിൽ സമൃദ്ധി എന്ന് പറയുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ലോകത്തിൽ സമൃദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒന്നുമല്ല യഥാർത്ഥത്തിൽ സമൃദ്ധി.
അത് നമുക്കറിയാലോ, നല്ല വില കൂടിയ കാറ്, വലിയ വീട്, ധാരാളം പണം, വളരെ വില കൂടിയ വസ്ത്രങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ സമൃദ്ധിയോട് നമ്മൾ ചേർത്ത് ചിന്തിക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് സമൃദ്ധി. എന്നാൽ ഇതൊന്നുമല്ല സമൃദ്ധി. എന്നാൽ ഇതെല്ലാം സമൃദ്ധിയുടെ ഭാഗമാണ്. യഥാർത്ഥ സമൃദ്ധി എന്ന് പറയുന്നത് നമുക്ക് ദൈവം നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്. അതായത് ദൈവവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം, കൊലോസ്യ ലേഖനത്തിൽ അതിന്റെ 3-ാമത്തെ അധ്യായം, കൊലോസ്യ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളെ ഞാൻ വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് വിച്ച് ആർ എബവ്. അതായത് നിങ്ങളുടെ മൈൻഡിനെ, നിങ്ങളുടെ മനസ്സിനെ ഉയരത്തിലുള്ളതിനോട് കണക്ട് ചെയ്യുക, ഉയരത്തിലുള്ളതിനോട് ചേർത്ത് നിർത്തുക. അപ്പൊ അഭിവൃദ്ധി, സമൃദ്ധി എന്ന് പറയുന്നത് എവിടെയാണ് ആരംഭിക്കേണ്ടത്? നിങ്ങളുടെ ചിന്തകളെ ആദ്യം ഉയരത്തിലെത്തിക്കുക, ഉയർന്ന നിലയിൽ ചിന്തിക്കുക. ഉയർന്ന നിലയിൽ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉയർന്ന നിലയിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? ഉയർന്ന നിലയിൽ ചിന്തിക്കുക എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ക്ഷമയോടെ, അല്ലെങ്കിൽ ഉന്നതമായ ആളുകൾ ചിന്തിക്കുന്ന പോലെ വലിയ കാര്യങ്ങൾ ചിന്തിക്കുക, ഇല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരം രാജ്യങ്ങളിലെ വലിയ 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 കാര്യങ്ങൾ ചിന്തിക്കുക, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ഫിലോസഫിക്കൽ തത്വജ്ഞാനപരമായ കാര്യങ്ങൾ ചിന്തിക്കുക. ഇതല്ല ഉയരത്തിലെ ചിന്ത എന്ന് പറഞ്ഞത്. ഉയരത്തിലെ ചിന്ത എന്ന് പറയുന്നത് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത്. അപ്പൊ നമ്മുടെ മനസ്സ് എത്തിപ്പെടേണ്ട മേഖല എന്ന് പറയുന്നത് ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരം, ദൈവത്തിന്റെ വലതുഭാഗം. അതായത് നിങ്ങൾ അവന്റെ കൂടെ ഉയർത്തെഴുന്നേറ്റു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനോടുകൂടെയാണ് ഇരിക്കുന്നത്. അതാണ് എഫേസ് ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തു ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തിയിരിക്കുക. അപ്പൊ നമ്മൾ ക്രിസ്തു ഇരിക്കുന്ന സ്ഥലത്ത് ഇരുത്തപ്പെട്ടവരായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഇനി ഇരിക്കാനായിട്ട് വേറൊരു സ്ഥലം അന്വേഷിച്ച് ഓടേണ്ട കാര്യമില്ല. അവനിൽ, ക്രിസ്തുവിൽ നമ്മളെ ഇരുത്തിയിരിക്കുക, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. അപ്പൊ അവിടെ മാറ്റം ഉണ്ടാകേണ്ടത് പുറമേ ഉള്ളതായ വസ്തുവകകൾക്കോ ഡ്രസ് കോഡിനോ അല്ലെങ്കിൽ മറ്റെന്തെല്ലാമോ ചില കാര്യങ്ങൾക്കല്ല മാറ്റം ഉണ്ടാകേണ്ടത്. നമ്മിൽ മാറ്റം ഉണ്ടാകേണ്ടത് നമ്മുടെ ചിന്തകൾക്കാണ്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞവർ, രക്ഷിക്കപ്പെട്ടവർ ഇന്ന ഡ്രസ് കോഡിലായിരിക്കണം, ഇന്നിന്ന കാര്യങ്ങൾ ധരിക്കാം, ഇന്നത് ധരിക്കാൻ പാടില്ല, ആഭരണം ധരിക്കാം, ആഭരണം ധരിക്കരുത്, അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കരുത്, പല കാര്യങ്ങളും ധരിക്കുക, ധരിക്കാതിരിക്കുക എന്നൊക്കെ ചില പ്രമാണങ്ങളുണ്ട്. ചിലര് അത് അവരവരുടെ ദൈവവും അവരും തമ്മിലുള്ള ബന്ധമാണ്, അതൊക്കെ അവരവരുടെ ഇഷ്ടം. എന്നാൽ ഈ ധരിക്കുക ധരിക്കാതിരിക്കുക എന്ന് പറയുന്നതിനെല്ലാം നമ്മൾ പുറമേ ഉള്ളതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ നാം ധരിക്കേണ്ടത് എന്താണെന്നറിയാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ അതിന്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനത്തില് അതിന്റെ 3-ാമത്തെ അധ്യായം 27-ാം വാക്യം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. അപ്പൊ നമ്മള് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ്. അപ്പൊ ക്രിസ്തുവിനെ ധരിച്ചവരായ നാം പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു.
ക്രിസ്തുവിനെ ധരിച്ചു. നിങ്ങള് ആഭരണം ധരിച്ചോ ധരിച്ചില്ലയോ? ഡ്രസ് കോഡ് എങ്ങനെയാണ്? നിങ്ങളുടെ പാദരക്ഷകൾ ധരിച്ചോ ധരിച്ചില്ല? ഇതിനൊന്നുമല്ല പ്രസക്തി. അത് നിങ്ങളുടെ മനസാക്ഷിയോട് ചേർന്ന് നിങ്ങളുടെ തീരുമാനം, നിങ്ങൾക്ക് യുക്തമായ നിലയിൽ അത് ചെയ്യും. പക്ഷേ ക്രിസ്തുവിനെ ധരിച്ചവരാണോ നിങ്ങൾ? എന്താണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുമ്പോൾ? നാം ഈ പറയുന്ന ആഭരണം ധരിക്കുക, ചെരുപ്പ് ധരിക്കുക, വസ്ത്രധാരണം, ഇതെല്ലാം നമ്മുടെ ശരീരത്തോട് പുറമേ ചേർന്ന് നിൽക്കുന്നവയാണ്. അത് നിങ്ങളുടെ മനസാക്ഷിയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വചനം നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് വചനത്തിന്റെ വെളിപ്പാട് ലഭിച്ചതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. പക്ഷേ അതിനപ്പുറമായ ഒരു കാര്യമുണ്ട്. അതെല്ലാം നിങ്ങളുടെ പുറമേയുള്ള കാര്യങ്ങളെ ധരിക്കുക എന്നതിനെ കുറിച്ച് ചേർന്ന് വരുമ്പോൾ, ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്നത് പുറമേ അല്ല. ക്രിസ്തുവിനെ ധരിക്കുന്നത് അകമയാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. നമുക്ക് പുറമേ ധരിക്കാൻ പറ്റുന്നതല്ല ക്രിസ്തു. ക്രിസ്തുവിനെ അകത്ത് സ്വീകരിക്കുന്നതിനെയാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്ന പദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എപ്പോഴാണോ ക്രിസ്തുവിനെ ധരിക്കുന്നത്, ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ ധരിക്കുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾ വസ്ത്രം പുറമേ ധരിക്കുമ്പോൾ, നിങ്ങളൊരു ആഭരണം ധരിക്കുമ്പോൾ, അത് പല വിധത്തിൽ നമ്മുടെ നഗ്നത മറയ്ക്കാനായിട്ടാണ് വസ്ത്രം ഉപയോഗിക്കുന്നത്. എന്നാൽ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട്. ഇവയെല്ലാം നമുക്ക് പുറമെ നമ്മുടെ ജഡത്തിൽ പ്രൊട്ടക്ഷനും മാന്യതയും സൗന്ദര്യവും ഒക്കെ തരുമ്പോൾ, ഇതിനതീതമായ ഒന്നാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്നത്. അത് ഉള്ളിൽ നമുക്ക് സുരക്ഷിതത്വം തരുന്നതോ നമ്മുടെ നഗ്നത മറയ്ക്കുന്നതോ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതോ അല്ല. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണോ അങ്ങനെ ആയിത്തീരുക എന്നതാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഥവാ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. യേശുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനവും കൊണ്ട് സംഭവിച്ചത് നിങ്ങളും ഞാനും ദൈവ മക്കളായി തീർന്നു. ആ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന ഉന്നതമായ പദവിയിലേക്ക് നിങ്ങളും ഞാനും ആയിത്തീരുന്നു. ആ തിരിച്ചറിവ് ലഭിച്ചു. അതാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥനയിൽ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്, എങ്ങോട്ടാണോ നിൽക്കുന്നത്, നിങ്ങൾ ഏത് മുട്ടുകുത്തിയാണോ പ്രാർത്ഥിക്കുന്നത്, നിന്നുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ശരീരഭാഷ, പ്രാർത്ഥനയിൽ നിങ്ങളുടെ ശരീരഭാഷ എന്താണ്, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്താണ്? ഇതിനൊന്നുമല്ല പ്രസക്തി. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തി അവൻ പുത്രനാണെന്നുള്ള ബോധ്യത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ബോധ്യത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ട വലിയ മാറ്റം അവിടെയാണ്. സമൃദ്ധി വേണം. നിങ്ങൾക്ക് സമ്പന്നരാകണമെങ്കിൽ കൂടുതൽ അധ്വാനിക്കുക. നിങ്ങൾക്ക് ധനം ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗങ്ങളെ കണ്ടെത്തി അതിന്റെ പുറകെ പോവുക. ധനം ഉണ്ടാകും. പക്ഷേ സമൃദ്ധി ലഭിക്കണമെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. എന്താണ്? ഉറവിടമാകുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ആ ബന്ധത്തെ പ്രാധാന്യത്തോട് കാണുക. വേറെ ഒരു വഴി അതിനില്ല. അപ്പൊ ഇവിടെ പറയുന്നത്, ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പിൻ. സെറ്റ് യുവർ മൈൻഡ് ഓൺ അബവ്. ഉയരത്തിൽ, നിങ്ങളുടെ മനസ്സിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുക. അതായത് ദൈവത്തിലേക്ക് നിങ്ങളുടെ ചിന്ത പോകട്ടെ. ഭൗതികമായ ഒന്നിനും ദൈവം തരുന്ന ഒരു നന്മയും തരാൻ പറ്റത്തില്ല. ദൈവം, കർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം പണത്തിന് തരാൻ സാധിക്കാത്തത്, പ്രശസ്തിക്ക് തരാൻ സാധിക്കാത്തത്,
നിങ്ങൾ ഭൗതികമായ നന്മയെന്ന് നിങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞും വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിനും നിങ്ങളിൽ തരാൻ കഴിയാത്ത സ്വസ്ഥത, സമാധാനം, തൃപ്തി, ആശ്വാസം, ധൈര്യം, ഇതെല്ലാം കർത്താവിന് നിങ്ങളിൽ പകർന്നു തരാൻ പറ്റും. അത് പ്രാപിച്ച് ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് പ്രോസ്പെറിറ്റി. ഇവിടെ നമുക്ക് എബ്രായ ലേഖനത്തില് 11-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം 25-ാം വാക്യം ഇവിടെ പ്രസക്തമാണ്. എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം 25-ാം വാക്യം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും. 26-ാം വാക്യം, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്യും. അപ്പൊ ഇത് രണ്ട് വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. എന്നാൽ ആദ്യത്തെ വാക്യം ഞാൻ വായിക്കാം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ. പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് ആ ഒരു വിളി കൊണ്ടുണ്ടാകുന്ന ഗുണം, അത് ആ ഒരു പദവി കൊണ്ടുണ്ടാകുന്ന നേട്ടം. ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് ആ ഒരു പദവി കൊണ്ട്. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറയുന്ന പദവി നിൽക്കുമ്പോൾ there was so many benefit because of that position. അപ്പൊ ആ പൊസിഷന്റെ അകത്തുള്ള ബെനിഫിറ്റ്സ് എല്ലാം അനുഭവിക്കാം വേണമെങ്കിൽ മോശ. പക്ഷെ മോശ ഒരു കാര്യം ചെയ്തു, അതിന് നിരസിച്ചു, അത് വേണ്ടാന്ന് വെച്ചു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ, അതായിരുന്നു ആക്ച്വൽ പൊസിഷൻ. എന്താ? സൺ ഓഫ് ഫാറോസ് ഡോട്ടർ. അതൊരു ചെറിയ പദവിയല്ല. കാരണം അന്നത്തെ സാമ്രാജ്യ ശക്തി എന്ന് പറയും, അതിന്റെ ടോപ്പ് വ്യക്തി, അദ്ദേഹത്തിന്റെ മകളുടെ പുത്രൻ എന്ന് പറയുന്നത് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ. പക്ഷെ മോശ ഒരു കാര്യം ചിന്തിച്ചു, ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമെന്നല്ലേ. ഈ പൊസിഷനേക്കാളും ക്രിസ്തുവിന്റെ നിന്ന. എന്താണ് ക്രിസ്തുവിന്റെ നിന്ന എന്ന് പറയുമ്പോൾ? ക്രിസ്തു നിന്ന അനുഭവിക്കുന്നവൻ മാത്രമാണോ? എവിടെയാണ് നിന്ദിക്കപ്പെടുക എന്ന് പറയുന്ന പദവി, ആ പദം വരുന്നത്? നിന്ന എന്ന് പറയുന്നത് പൊതുവിൽ ചില നിന്ദിക്കപ്പെടുന്ന ചില പ്രകൃതമുണ്ട്, അതുകൊണ്ട് നിന്ദിക്കപ്പെടുന്നവരുണ്ട്. എന്നാൽ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, പൊതുവായി നിന്ദിക്കപ്പെടുന്ന നിലയിൽ ഒരാൾ ബിഹേവ് ചെയ്യുമ്പോൾ നിന്ദിക്കപ്പെടാം. പക്ഷെ എന്നാൽ അതേ സ്ഥലത്ത് എല്ലാവരും തെറ്റ് പറയുകയും ഒരു വ്യക്തി ശരി പറയുകയും ചെയ്യുകയും, എന്നാൽ ഈ തെറ്റ് പറഞ്ഞവരാരും ഈ ശരി അംഗീകരിക്കാൻ തയ്യാറല്ലാതെ വരുമ്പോൾ ആ ശരി പറഞ്ഞവനെ നിന്ദിക്കാം, എല്ലാവരും ഇവിടെ പരിഹസിക്കാം, പിന്നെ ആ സത്യം തെളിഞ്ഞു വരാനൊക്കെ സമയമെടുക്കും. പക്ഷെ അവിടെ ആ നിന്ന അവൻ ചുമക്കേണ്ടി വരും. ആ ഒരു കളിയാക്കൽ അവൻ ഏൽക്കേണ്ടി വരും. പക്ഷെ അവനറിയാം സത്യം അവൻ പറഞ്ഞു, അവൻ ആ സത്യത്തിൽ നിൽക്കും, അവസാനം ആ സത്യത്തിൽ അവൻ ജയിക്കും. ലോകം അന്ന് തിരിച്ചറിയും, അതവൻ മാനിക്കപ്പെടും. മോശയെ സംബന്ധിച്ചിടത്തോളം മോശയ്ക്ക് ഒരു കാര്യം അറിയാം, ഫറവോൻ എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്തിന്റെ തലവനേക്കാൾ വലിയൊരുവനാണ് എന്നെ ഈ പദവിയിലേക്ക്, ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നതുള്ള ബോധ്യം മോശക്കുണ്ടായി. അതുകൊണ്ട് മോശ തീരുമാനിച്ചു, മോശ ഒരു കാര്യം വളരെ ശക്തമായിട്ട് തീരുമാനിച്ചു, നോ, ഞാൻ ഒരിക്കലും ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ സംതൃപ്തനായി തീരാൻ റെഡിയല്ല. എന്നെക്കുറിച്ച് ദൈവം ഒരു വലിയ പദ്ധതി ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒഴുകും, ഞാൻ പ്രാപിക്കും, ഞാൻ ഫലം കായ്ക്കും എന്ന് മോശ ചിന്തിക്കാൻ തുടങ്ങി. ഇവിടെ നമുക്ക് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന്, മിസ്രൈമിലെ നിക്ഷേപങ്ങളൊക്കെ. അപ്പൊ നമ്മൾ അവിടെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, അവിടെ ക്രിസ്തു ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ബത്ലഹേമിൽ അവിടെ ഉണ്ണി യേശു ജനിച്ചു, അതിനുശേഷമാണല്ലോ ക്രിസ്തു. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കാനായിട്ട്
മനുഷ്യന്റെ മേൽ വിടുതലിനായി വെളിപ്പെട്ട എല്ലായിടത്തും വെളിപ്പെട്ടത് ക്രിസ്തുവിന്റെ വിമോചന പ്രവൃത്തിയാണ്. അപ്പൊ മോശയിലൂടെ നടന്നത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ അതിന്റെ പൂർണ്ണത നടന്നത് കാൽവരി ക്രൂശിലാണെന്ന് മാത്രം. അതുകൊണ്ടാണ് 1 പത്രോസ് 1:11 പറയുന്നത്, അവരിലെ ക്രിസ്തുവിന്, അവരെ അനുഗമിച്ച പാറ ക്രിസ്തു തന്നെ. അപ്പൊ ഈ ക്രിസ്തു ഉണ്ടായിരുന്നു, അവർ തിരിച്ചറിഞ്ഞില്ല. ദാറ്റ് വാസ് ദ പ്രോബ്ലം. അത് അവരുടെ പ്രശ്നം. അപ്പൊ ഇവിടെ മോശ തീരുമാനിച്ചില്ല, ഞാൻ ഈ പദവിയേക്കാളും ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നത് ദൈവം എന്നെ നിയോഗിച്ചൊരു നിയോഗമുണ്ട്. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അങ്ങനെയാ മോശ കാര്യങ്ങൾ കണ്ടത്. അങ്ങനെ മോശ കാര്യങ്ങളെ കണ്ടപ്പോൾ ദൈവം മോശയെ കണ്ട കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ട. പുറപ്പാട് പുസ്തകം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. മോശ ഒരു കാര്യം ചിന്തിച്ചു, എനിക്ക് നാച്ചുറലായിട്ട് ഒരു പദവിയുണ്ട്, ഫറവോന്റെ പുത്രിയുടെ മകൻ. എന്നാൽ സ്പിരിച്വൽ ആയിട്ട് ഐ ഹാവ് എ പൊസിഷൻ, ദാറ്റ് ഈസ് സ്റ്റാൻഡ് ഇൻ ദ പൊസിഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായി നിൽക്കാനായിട്ട് എനിക്കൊരു വിളിയുണ്ട്. എന്നാൽ അതേ സമയത്ത് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറഞ്ഞു നിൽക്കാനായിട്ടും എനിക്കൊരു വിളിയുണ്ട്. ചോയ്സ് മോശയുടെ. മോശ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായിട്ട് നിൽക്കാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായിട്ട് നിൽക്കാൻ മോശ തീരുമാനിച്ചപ്പോൾ ദൈവം മോശയെ, ഹല്ലേലൂയ, ദൈവം മോശയെ ഫറവോന്റെ ദൈവമാക്കി വെച്ചു. ചെറിയ പദവിയല്ല കേട്ടോ, ഫറവോന്റെ ദൈവമാക്കി വെച്ചു. അങ്ങനെ വചനം എഴുതിയിരിക്കും. ഇത് നിങ്ങളുടെ ബൈബിളിൽ തുറന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകം 7:1. ചിന്തിച്ചു നോക്കുക, ഒരു ചെറിയ കാര്യം വേണ്ട എന്ന് വെച്ചപ്പോൾ അത് ചെറിയ കാര്യമാണ്. ഈ പദവി വെച്ച് നോക്കുമ്പോൾ അത് വളരെ ചെറിയ കാര്യമല്ലേ, ചെറിയ കാര്യം. അത് വേണ്ടാന്ന് വെച്ചപ്പോ ദൈവം മോശയെ ഉയർത്തിയത് അസാധാരണമായ നിലയിൽ. അവിടെ മോശയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. അവിടെ പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം, യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി. വിശേഷാൽ മോശ എന്ന പുരുഷനെ മിസ്രൈം ദേശത്തുള്ള ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. ഫറവോന്റെ പുത്രിയുടെ മകനായിരുന്നപ്പോ ആർക്കും വേണ്ടായിരുന്നു കേട്ടോ. ഇവന്റെ സഹോദരങ്ങളൊന്ന് ചോദിച്ച ചോദ്യമാ, നിന്നെ ആരാ ഞങ്ങളുടെ പ്രഭുവും ന്യായകർത്താവുമാക്കിയത്? ഇപ്പോൾ മോശയെ ദൈവം ഫറവോന് മീതെ കൊണ്ട് നിർത്തിയിരിക്കുക. എത്ര വലിയ പദവിയാണ് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പദവിയാണ്. നിങ്ങളുടെ ജീവിതത്തില് പ്രോസ്പെറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ, അതായത് ദൈവത്തോടുള്ള നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു, നിങ്ങളുടെ പ്രൊവിഷനെ നിങ്ങൾ സെക്കൻഡറി ആയിട്ട് കാണാൻ ശ്രമിച്ച, ഒരു കാര്യം പറയാം, നിങ്ങളുടെ പ്രൊവിഷന്റെ മേൽ നിങ്ങളെ ദൈവമാക്കി കർത്താവ് നിർത്തി. ഇതുവരെ നിങ്ങളുടെ പ്രൊവിഷനാ നിങ്ങളെ നിയന്ത്രിക്കുന്നത്, അല്ലെ? പണം, ആരോഗ്യം, പഠനം, ജോലി, കുടുംബം, ഇതൊക്കെയാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ആണ് ഇന്ന കുടുംബത്തിലെ ഇന്ന ആളാ, ഇന്ന സ്ഥലത്തു നിന്നുള്ള ആളാ, ഇത്ര പണമുള്ള ആളാ, ഇന്ന പദവിയുള്ള ആളാ, അതാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. പക്ഷെ എപ്പോഴാണോ അതൊക്കെ നൈമിഷികമായി എപ്പോഴാണ് നഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ദൈവം നിങ്ങളെ ആക്കി വെച്ച ആ പദവിയിലേക്ക് നിൽക്കുന്നത്, അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇതുവരെ നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങും. യെസ്, അവിടെയാണ് ഈ പ്രൊവിഷനും പ്രോസ്പെറിറ്റിയും തമ്മിലുള്ള കണക്ഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കണം? യു നീഡ് ടു ട്രെയിൻ യുവർ സെൽഫ്
സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് വിച്ച് ആർ ഇൻ അബവ്. ഉയരത്തിലെ വിഷയങ്ങളോട് നിങ്ങൾ ചേർത്ത് ചിന്തിച്ച്, കർത്താവ് എനിക്കുണ്ട്, ഞാൻ കർത്താവിനോട് നിൽക്കുമ്പോൾ കർത്താവിന്റെ കാര്യങ്ങൾ നോക്കിക്കും, അവൻ എന്നെ മാനിക്കും. പ്രിയപ്പെട്ടവരെ, പ്രതിഫലം നോക്കിയാൽ ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ അവനൊരു കാര്യം ചെയ്തു. മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമെന്നെണ്ണി. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എനിക്ക് ജോലിയുണ്ട്, പണമുണ്ട്, വീടുണ്ട്, മഹിമയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, എൻ്റെ പ്രോസ്പെറിറ്റി മീൻസ് ഇന്നർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അതുള്ള സ്ഥലത്ത് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു നന്മയ്ക്കും മുടക്കം വരാതെ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, മാന്യതയിൽ നിന്ന് മാന്യതയിലേക്ക് നിങ്ങൾ കുതിച്ചുകൊണ്ടേയിരിക്കും. ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഉയരത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ സെറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തെ ഉയരത്തോട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ അറിവില്ലായ്മയിൽ പലപ്പോഴും ഞങ്ങൾ ഭൗതികമായ ചിലതിൽ ഞങ്ങൾ ആശ്രയിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവെ, ഉയരത്തിൽ ഞങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. അതേ കർത്താവെ, ചുറ്റുപാടുകൾ ഞങ്ങളെ നിയന്ത്രിക്കാനായിട്ടല്ല, ചുറ്റുപാടുകളെ നിയന്ത്രിക്കുന്ന അഭിഷേകത്തോടു കൂടെ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ ജീവിതത്തിൽ അവരേതെങ്കിലും മേഖലയിൽ തകർന്നവരും നിരാശയിലും ഭാരത്തിലുമാണ് എന്നെ കാണുന്നതെങ്കിൽ, അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ ആ യഥാർത്ഥ സമൃദ്ധി ആഴമായിട്ട് അനുഭവിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സുടക്കാതെ ഉയരത്തിൽ നിങ്ങളുടെ മനസ്സിനെ ചേർത്ത് വെച്ചു ജയത്തിൽ നിന്ന് ജയത്തിലേക്ക്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് കുതിച്ചുയരുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക, അത് മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരട്ടെ. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളെ എല്ലാവിധ നന്മകളും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും എല്ലാ നന്മകളും കൊണ്ടും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.